എവ്രിവൺ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടൊരു ചെറിയ ഹെയർ കട്ടാണ്, വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഹെയർ കട്ട്. ഈ ഒരു ട്രാൻസാക്ഷനാണ് നിങ്ങൾ കാണാൻ പോകുന്നത് എൻ്റെ. അപ്പോൾ തുടങ്ങാൻ പരിപാടി. ഹെയറിന് കട്ടി വളരെ കുറവാണ് കേട്ടോ, ഏകദേശം ഈ ഒരു രീതിയിലാണുള്ളത്. മുടി താഴെ ഈ ഒരു രീതി സ്ട്രെയിറ്റ് ചെയ്തിട്ട് തന്നെയാണ് പോണത്. സാധാരണ എനിക്ക് ഒരു ലെവലിൽ നിന്നാണ് ലെങ്ത് കൊടുക്കാറ്. എനിക്ക് കുറച്ച് ഫേസ് ഭയങ്കര ചെറുതായതുകൊണ്ട് അപ്പോൾ ഒരു ഫേസ് കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ആ ഒരു മെലിച്ചിലൊന്നും അറിയാത്ത രീതിയിലാണ് കേട്ടോ വരിക. ഫസ്റ്റ് നമ്മൾ ആ താഴേക്കുള്ള ഭാഗമാണ് ഞാൻ കട്ട് ചെയ്യണത്. അതിന് നന്നായിട്ട് കോംബ് ചെയ്ത് ഒന്ന് വെറ്റാക്കിയിട്ട് വരാവേ. മുടി ഒരു റിബൺ ഇട്ടിട്ടാണ്. ബാക്ക് ഭാഗം എനിക്ക് സ്ട്രെയിറ്റ് കട്ട്, ഇപ്പോഴാണ് ഞാൻ ഈ സ്ട്രെയിറ്റ് കട്ട് ചെയ്യാൻ തുടങ്ങിയത് ബാക്ക് ഭാഗം, കാരണം ബാക്കിലേക്ക് മുടി ഇല്ലാതായി. നന്നായിട്ട് കോംബ് ചെയ്ത് കൊടുക്കും. മെല്ലെ മെല്ലെ ഈ റിബൺ വന്നിട്ട് ഇങ്ങനെ താഴ്ത്തി കൊടുക്കും. ഇങ്ങനെ പിടിക്കണു, കാരണം ഇത് ഇവിടുന്ന് അങ്ങോട്ട് സ്പ്ലിറ്റ് എൻഡ്സ് വന്ന് മുടി കേടായി പോകും നമ്മൾ കട്ട് ചെയ്യാതിരിക്കുമ്പോൾ. കട്ട് ചെയ്യാതിരുന്ന് ഒരുപാട് നീളം വെക്കും, അങ്ങനെയുള്ള ആ ഒരു അതല്ല, താഴേന്ന് മേലോട്ട് മുടി അങ്ങ് കേടായി പോകും. ഇനി ബാക്കിൽ ഞാനിങ്ങനെ ഇങ്ങനെ എടുക്കും. ഇനിയാണ് ഈ ഫ്രണ്ടിലുള്ള ഈ ഒരു, സാധാരണ പണ്ട് ഞാൻ വെട്ടുന്നതെന്ന് വെച്ചാൽ നല്ല കട്ടിയുള്ള സമയത്ത്, അത്യാവശ്യം നല്ല കട്ടിയുള്ള സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ഹെയർ കട്ട് പണ്ടത്തെ ഒരു ഫോട്ടോ വേണമെങ്കിൽ ഞാൻ ഉണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല, ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ആഡ് ചെയ്യാം. ഇതിപ്പോൾ ഒട്ടും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യണത് കേട്ടോ. കാരണം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നില്ല എത്രത്തോളം കട്ടിയുണ്ട് എന്നുള്ളത്. നമ്മൾ ഇതിൽ ഇനിയിപ്പോൾ ഞാനൊരു DPU അടിച്ചിട്ടുണ്ടെങ്കിൽ അടിയിലേക്ക് 2 വാല് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതേ രീതിയിൽ കുറച്ച് കട്ടിയുള്ള മുടിയാണെങ്കിൽ നമ്മൾ താഴെ വരെ വെട്ടി കൊടുക്കുമ്പോൾ നമുക്ക് യു ആയിട്ട് കിട്ടും കറക്റ്റ്. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഭാഗമാണ്, ചെവിയുടെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഭാഗം മാത്രമാണ് എടുക്കണത് കേട്ടോ. നിങ്ങൾക്ക് കുറച്ചുകൂടെ കംഫർട്ടായിട്ട് ആ മണ്ടയുടെ അവിടെ നിന്ന് ചെവിയുടെ അവിടെ വരെ 2 ഭാഗത്തു നിന്നും അങ്ങോട്ട് പകുത്തെടുത്ത് മുന്നോട്ടേക്കുള്ള മുടി ബാക്കി വെക്കുക. ബാക്കിലേക്കുള്ള മുടി എന്ത് ചെയ്യുക, ഒരു റിബൺ എടുത്തിട്ട് ബാക്കിലേക്ക് കെട്ടി വെക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല നിങ്ങൾ കട്ട് ചെയ്യണ സമയത്ത്. ഇതിൽ കുറച്ച് ഹെയർ വരുന്ന രീതിയിലാണ് കട്ട് ചെയ്തിടാറ്. നിങ്ങൾ എങ്ങനെയാ മുടി കെട്ടുന്നത് അതിനനുസരിച്ചൊക്കെ ഇട്ട് പോവാട്ടോ. ഞാൻ നടു എടുക്കുന്നുണ്ട് പ്രാവശ്യം വന്നിട്ടൊന്ന്. അപ്പോൾ ഇവിടെ മാക്സിമം ലെങ്ത്തും ഇവിടെ ലെങ്ത്ത് കുറഞ്ഞിട്ടും എനിക്ക് വേണ്ടത്. ഇവിടെ എനിക്ക് മാക്സിമം ലെങ്ത്ത് കിട്ടണം. നിങ്ങൾ എങ്ങനെ അങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മാക്സിമം ലെങ്ത്ത് കിട്ടും. ഇവിടെ വെട്ടിക്കൊടുക്കാം. ഇതും വന്നിട്ട് നിങ്ങൾ ആ ഒരു സ്ട്രെയിറ്റ് വെച്ച് കോമ്പ് എത്ര ഡിഗ്രിയാണ് ഏകദേശം ചെരിച്ച് വെച്ചതെന്നുള്ളത് നോക്കുക. അങ്ങനെയാകുമ്പോൾ മറ്റേ സൈഡ് വെട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടെ കംഫർട്ട് ഉണ്ടാവും. ഏകദേശം എത്ര എടുക്കണം എന്നുള്ളൊരു കറക്റ്റ് ഐഡിയ കിട്ടും കേട്ടോ. ജസ്റ്റ് ഒന്ന് ആ ഒരു എക്കമൊക്കെ വരുന്നതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. നമ്മൾ ആ കോമ്പ് പിടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും എത്രത്തോളം എവിടെയൊക്കെ എക്സസ് വരുന്നുണ്ടെന്നുള്ളത്. ആ എക്സസ് വരുന്നത് ഇങ്ങനെ കറക്റ്റ് ചെയ്ത് വെട്ടിക്കൊടുക്കുന്നതാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു പരിധി കൂടുതൽ വട്ടം ഇങ്ങനെ ചെയ്ത് ചീക്കി പോകുന്ന സമയത്ത് നിങ്ങളുടെ നീളം കുറഞ്ഞു പോകും. അപ്പോൾ നിങ്ങൾ ഒരു ഫസ്റ്റ് 2 to 3 ടൈംസ് ഒന്ന് ചീകി നോക്കിയിട്ട് അത് കറക്റ്റ് ചെയ്തിട്ട് അവിടെ നിർത്തണം. അതിൽ പിന്നെ ഒരു 4-5 തവണ പിന്നെയും നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഇവിടെയൊക്കെ കാണാൻ കൂടുതൽ, കാരണം ആ മുടി നിങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങി പോകുന്നുണ്ടാവും. അതുകൊണ്ടാണ് അങ്ങനെ കാണുന്നത്. നിങ്ങൾക്ക് ആ ഒരു താഴത്തെ ലെങ്ത്ത് കുറയ്ക്കാതെ മാക്സിമം മേലോട്ട് വെട്ടിപ്പോവാം. മേലെ നിങ്ങൾക്ക് ചെവിയുടെ അവിടേക്ക് അല്ലെങ്കിൽ മുഖത്ത് എത്രത്തോളം ലെങ്ത്ത് വേണോ ആ ഒരു ലെങ്ത്തിനനുസരിച്ച് മാത്രം വെട്ടുക. എന്നിട്ട് ബാക്കിലേക്ക് എല്ലാ മുടിയും കൂടെ ഇട്ട് വെട്ടുന്ന സമയത്ത് കുറച്ചുകൂടെ കംഫർട്ട് ഉണ്ടാവും കേട്ടോ. കാരണം നിങ്ങൾക്ക് ആ ഒരു കറക്റ്റ് ലെയർ കിട്ടും. അല്ല എന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പം നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ എല്ലാ മുടിയും കൂടെ കൂടിപ്പോവും. എനിക്കിതിങ്ങനെ വെട്ടി ശീലമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ട് വെട്ടിയത്. പിന്നെയാണ് ഞാൻ ആലോചിച്ചത് അങ്ങനെ ചെയ്തതുകൊണ്ട് ഇപ്പം ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നുള്ളത്. ഓക്കെ, സോ നോക്കുക ഇത് എത്രത്തോളം വെട്ടിയിട്ടുണ്ടോ എന്നുള്ളത്. വെട്ടിയത് കുറവാണല്ലോ കുറച്ചേ. ഓക്കെ, ഇങ്ങനെ ഇങ്ങോട്ട് വലിച്ചു പിടിക്കുക. കാണാൻ പറ്റുന്നില്ല മീൻ ഹെയർ. ഇതിലൊരൊറ്റ വെട്ടരുത് കേട്ടോ, അതേ പറയാം. ഇതിങ്ങനെ കുറച്ചെടുത്ത് സോ ഇത്രയൊരു പാർട്ട്
ഇവിടുന്ന് ഇവിടെ വരെയുള്ള അത് സ്ട്രെയിറ്റ് ആയിട്ട് വെട്ടി കൊടുക്കൂ കേട്ടോ. ഞാൻ ഇങ്ങനെ ഇടാറുണ്ട്, ഇങ്ങനെ ഇടാറുണ്ട്. അപ്പൊ ഇത് ഫ്രണ്ടിലേക്കുള്ള ഒരു പോർഷൻ ആയിട്ട് അവിടെ കിടന്നോളും. ഇനി നമുക്ക് വന്നിട്ട് ഇവിടുന്ന് അതേപോലെ തന്നെ ചെവിയുടെ ഇവിടേക്ക് എടുക്കാം. ഇതൊന്നുകൂടെ ഒന്ന് റീകൺഫേം ചെയ്യാനാണ് കേട്ടോ, ബോത്ത് സൈഡ്സ് കറക്റ്റ് ആണോ എന്നുള്ളത്, ഒരേ ലെങ്ത് ആണോ വരുന്നത് എന്നുള്ളത്. ചിലപ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സസ് ഉണ്ടാവും, നമ്മുടെ ചീപ്പ് പിടിക്കുന്നത് കറക്റ്റ് അല്ല, നമ്മുടെ കോമ്പ് പിടിക്കുന്നത് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ആയി പോയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഒന്ന് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് പിടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെ നീളം കൂടുതലുണ്ട് എവിടെ നീളക്കുറവുണ്ട് എന്നുള്ളത്. അപ്പോൾ ഏത് സൈഡാണ് നീളം കൂടുതലെന്ന് വെച്ചാൽ നമുക്കൊന്ന് ജസ്റ്റ് വെട്ടിക്കൊടുക്കും. എനിക്ക് ആ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. കാരണം 2-3 തവണ നമ്മൾ വെട്ടി ആ നീളം കുറയണത് നമ്മൾ അറിയില്ല. അതുകൊണ്ട് 1-2 വെട്ടലിൽ നമ്മൾ മാക്സിമം അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ 3-ാമത്തെ പട്ടും കൂടെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട്, ഇല്ലെങ്കിൽ മുടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സമയത്ത് ഇങ്ങനെ പോകും. ഞാൻ കുറച്ച് പിന്നെ ഒരു പെർഫെക്ഷൻ എനിക്ക് ഭയങ്കര നിർബന്ധമാണ് ചില കാര്യങ്ങളിലൊക്കെ. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെയും വെട്ടി എനിക്ക് പിന്നെ മുടി ബോധേഡല്ല. പിന്നെ ഇപ്പോഴാണ് എനിക്ക് ഈ ഒരു ബുദ്ധിമുട്ട് തുടങ്ങിയിട്ടുള്ളത്. കാരണം കട്ടിയുള്ള സമയത്ത് നമുക്ക് ഈസി ആയിട്ട് അങ്ങോട്ട് വെട്ടിപ്പോവാം. കട്ടി കുറയണ സമയത്ത് ചീപ്പിൽ വരെ ആകെ 4 ഇഴയാണ്. അത് നമ്മൾ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാമെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കട്ടിയിലാകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു തിക്നെസ്സിൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം കറക്റ്റ് പെർഫെക്ഷൻ വന്നിട്ടുണ്ടെന്നില്ല. ഞാൻ ഒന്നുകൂടെ ലെങ്ത്ത് കുറയ്ക്കുന്നുണ്ട്. ഞാൻ കുറച്ച് നന്നായിട്ട് ലെങ്ത്ത് കുറയ്ക്കുന്നുണ്ട് കേട്ടോ ഇപ്രാവശ്യം. കാരണം ഇതിപ്പോൾ കുറേ ആയി ഞാൻ ഹെയർ വെട്ടിയിട്ട്. സാധാരണ ഞാനൊരു 2 months കൂടുന്ന സമയത്ത് എന്താണെങ്കിൽ ഒന്ന് ട്രിം ചെയ്യുന്നതാണ്. ഇപ്പോൾ കുറച്ചായി ഹെയർ ഒക്കെ തൊട്ടിട്ട്. അപ്പം അതിൻ്റെ ഒരു ഇതുകൊണ്ട് കുറച്ച് നന്നായിട്ട് നീളം വെച്ചിട്ടുണ്ട്. നീളം വെക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ നിന്ന് കട്ടി വെച്ച് നീളം വെക്കുകയാണെങ്കിൽ വേണ്ടില്ല, വെറുതെ താഴോട്ട് വാല് മാത്രം തൂങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ആ ഭാഗം ഒന്ന് ഞാൻ നന്നായിട്ട് അങ്ങനെ ഒരു ഭയങ്കരമായിട്ട് ബ്രേക്കേജ് ഒക്കെ വന്നിട്ടുള്ള ഭാഗം അങ്ങോട്ട് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ആ ഒരു സ്ട്രെയിറ്റ് ചെയ്ത് ബാക്കത്തെ ഭാഗം ഒന്ന് വെട്ടിക്കൊടുക്കുക ചെയ്യണത് കേട്ടോ. അങ്ങനെ ചെയ്തപ്പോൾ ഒബ്വിയസ്ലി സൈഡ് ഭാഗം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുണ്ട്. മേലേക്കുള്ള ഭാഗം വെട്ടുന്നില്ല, താഴെ ആ ഒരു അതുമായിട്ട് മേർജ് ആവുന്നൊരു സൈഡ് ഉണ്ടല്ലോ, അപ്പോൾ അവിടെ ഒന്ന് വെട്ടിക്കൊടുക്കാനുണ്ട്, മുന്നിലേക്ക് വരുന്ന സൈഡ്. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ ബാക്കി എക്സസ് വരുന്ന ഭാഗങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് പെർഫെക്റ്റ് ആക്കി നിങ്ങൾക്ക് ഫൈനൽ റിസൾട്ട് കാണാം. ഞാൻ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനിപ്പോൾ നാളെ ആകുമ്പോഴേക്കും ഇത് നനഞ്ഞിരിക്കുന്നതുകൊണ്ട് കുറച്ചെങ്കിൽ നീളം തോന്നുന്നുണ്ട്. നാളെ ആകുമ്പോഴേക്കും ഒന്നുകൂടെ കയറിയിട്ട് കഴുത്തിൻ്റെ അത്രയ്ക്ക് ഉണ്ടാവുള്ളൂ മിക്കവാറും. കാരണം എൻ്റെ ഒരു ഹെയർ അങ്ങനെയാണ് ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ. നമ്മൾ നന്നായിട്ട് നനവിൽ അങ്ങനെ പണ്ടൊക്കെ നല്ല സ്ട്രെയിറ്റ് മുടിയായിരുന്നു കേട്ടോ കട്ടിയുള്ള സമയത്ത്. കട്ടി കുറഞ്ഞപ്പോൾ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് സ്ട്രെയിറ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല നീളത്തിലുണ്ടാവും. അല്ലാതെ നമ്മൾ കുളിച്ച് കഴിയുന്ന സമയത്ത് നല്ല നീളും, കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ മേലോട്ടങ്ങ് ബും എന്ന് പറഞ്ഞാൽ പൊന്തിപ്പോകുന്നൊരവസ്ഥയുള്ളത്. ഫ്രണ്ടിലേക്ക് ലെയർ ഉണ്ട്, ബാക്ക് സ്ട്രെയിറ്റ് ആയിട്ടാണ്. ബാക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമേ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ എത്രത്തോളം സ്ട്രെയിറ്റ് ആയിട്ട് വന്നിട്ടുണ്ടെന്നുള്ളത്? നമ്മൾ സ്വന്തം ചെയ്താലും ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ സാധാരണ ഏട്ടൻ എനിക്കൊന്ന് ടച്ചപ്പ് ചെയ്ത് തരുന്നതാണ്. പിന്നെ ഞാൻ ജസ്റ്റ് താഴ്ഭാഗത്തേക്ക് ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഫൈനൽ റിസൾട്ട് ഷൂട്ട് ചെയ്തത് കേട്ടോ. സോ കാണാൻ പറ്റുന്നില്ലേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ചേഞ്ച് അപ്പോഴേക്കും വന്നിട്ടില്ല. അപ്പം ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ, എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്താണെന്നുള്ളത്. എൻ്റെ ഫ്രണ്ട് ഇത്രയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എന്ന് വെച്ചാൽ ഇത് ഈ ഒരു ഹെയർ കട്ട് എന്ന് പറഞ്ഞാൽ ആർക്കും എത്ര ലെങ്ത് ഉള്ളവർക്കും വെട്ടാൻ പറ്റുന്നതാണ്. ഫ്രണ്ടിലേക്ക് ഫ്രണ്ട് ലെയർ മാത്രം കൊടുത്ത് ലെങ്ത് അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിപ്പം ജസ്റ്റ് ഇവിടെ മാത്രമല്ലേ, കുറച്ച് ഏരിയ മാത്രം കവർ ചെയ്തിട്ട് ഞാൻ ബാക്കിൽ സ്ട്രെയിറ്റ് ആണ് മെയിൻറ്റെയിൻ ചെയ്തത്. ഇപ്പം സ്ട്രെയിറ്റും ഒരു മോഡലാണല്ലോ, പക്ഷെ എനിക്ക് ഫ്രണ്ടിലേക്ക് കുറച്ച് ലൈക്ക് മുടി ഇല്ലെങ്കിൽ എന്തോ ഒരു സമാധാനക്കേടാണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ ഫ്രണ്ട് ഏരിയ കുറച്ച് വെട്ടിയിട്ടത്. പിന്നെ കുറച്ച് വെട്ടാൻ മാത്രമൊന്നും ഇല്ല അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ബട്ട് സ്ട്രെയിറ്റ് ആക്കിയിട്ടിട്ടെന്ന് വെച്ചാൽ കട്ടി വളരെ കുറഞ്ഞു പോയി, എന്തോ ഒരു പോലെയുണ്ട്. പിന്നെ ഞാൻ ക്ലാസ് കഴിഞ്ഞ് ഒന്നും കൂടെ വന്ന് നോക്കി, എനിക്ക് പെട്ടെന്ന് ക്ലാസ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് കഴിഞ്ഞ് ഒന്നും കൂടെ വന്ന് നോക്കി ബാക്കിയുള്ള പരിപാടി കൂടെ ചെയ്തതാണ് കേട്ടോ. സോ ഐ ബിലീവ് ദാറ്റ് യു ലവ് ദ വീഡിയോ. ഇഫ് യു ലവ് ദ വീഡിയോ, ഹെയർ കട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് എൻ്റെ നെഞ്ചത്തേക്ക് വരരുത് പ്ലീസ്. മുടി വെട്ടുന്ന സമയത്ത് എപ്പോഴും നമ്മൾ 1-2 പ്രിക്കോഷൻസ് ഞാൻ പറഞ്ഞുതരാം. വീട്ടിൽ മുടി വെട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്രയാണ് വെട്ടേണ്ടതെങ്കിൽ ഇത്ര വെട്ടിയിട്ട് ഓക്കെ ആണോ എന്ന് നോക്കുക, എന്നിട്ട് കുറച്ച് കൊണ്ടുവരാം. അല്ലാതെ ഇത്രയാണ് വെട്ടണമെങ്കിൽ ഇത്ര പിടിച്ച് ഇത്ര വെട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഉണങ്ങി കഴിയുമ്പോഴേക്കും ഇത്രയാവും. ഇത്രയാണ് വെട്ടണമെങ്കിൽ ഇത്ര വെട്ടാം, എന്നിട്ട് പിന്നെ ട്രിം ചെയ്ത് ബാക്കോട്ട് കൊണ്ടുവരാം കേട്ടോ. അപ്പം അങ്ങനെ മുടിയൊക്കെ വെട്ടി ഇനി ഈ കോലത്തിൽ തന്നെ കാണാം നിങ്ങൾക്ക് വീഡിയോസിൽ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കണ്ട കേട്ടോ. ബൈ.